ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയായിരിക്കും കേട്ടോ. ഇവിടെ നല്ല അതിശക്തമായ മഴയാട്ടോ നമ്മുടെ ഇടുക്കിയിൽ. അപ്പോൾ ഇന്നലെ ഒരു ഉച്ചക്കത്തെ വീഡിയോ കേട്ടോ. ഇത് ഉച്ചയായപ്പോഴത്തേനും മഞ്ഞൊക്കെ കയറി മൂടി നല്ല അടിപൊളി മഴ അങ്ങ് തുടങ്ങി. നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു. രാവിലെ തൊട്ട് ഈ മഴയുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കളക്ടർ അവധി കൊടുത്തേനെ. പക്ഷേ രാവിലെ വലിയ മഴയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസ് ഉണ്ടായിപ്പോയത്. അപ്പം മക്കൾ സ്കൂളിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഉച്ചയായി കേട്ടോ. രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ച സമയമായി. അപ്പോഴും നല്ല മഴയാണ്. ഉച്ചയായപ്പോഴത്തേനാണ് ശക്തമായ മഴയൊക്കെ തുടങ്ങിയത്. അങ്ങനെ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ചിക്കൻ ഇങ്ങ് വന്നു. അപ്പോൾ ഈ ചിക്കൻ അങ്ങ് കഴുകി ക്ലീൻ ചെയ്തേക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം എനിക്ക് കിച്ചൺ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനാണ്. ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി അങ്ങ് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ഈ ചിക്കൻ കഴുകുമ്പോൾ നമ്മുടെ സിങ്കിലൊക്കെ എന്തായാലും കുറച്ചൊക്കെ അഴുക്കാകും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കഴുകിയിട്ട് സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയേക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ അങ്ങ് കഴുകി സെറ്റാക്കി എടുക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ അങ്ങ് കഴുകി ഞാൻ വെള്ളം പോകാനായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വെള്ളം മുഴുവൻ തോരും പോകാനായിട്ട്. ചിലപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ കഴുകിയ ഉടനെ ഞാൻ കുക്കറിൽ വെച്ചൊന്ന് വേവിക്കും, പൊടിയൊക്കെ തിരുമ്മി. പക്ഷേ ഇപ്പം അങ്ങനെ വേവിക്കുന്നില്ല. ഇങ്ങനെ വെള്ളം പോയിട്ട് പൊടിയൊക്കെ തിരുമ്മി വറുത്തിട്ട് പിന്നെ അങ്ങ് കറി വെക്കുമ്പോൾ വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു. അതിനുശേഷം എനിക്ക് സിറ്റൗട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ആയിരുന്നു. എപ്പോഴും നമ്മളിങ്ങനെ മഴയത്തെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ സിറ്റൗട്ട് നിറച്ച് വെള്ളമാവുമേ. അപ്പം അതങ്ങ് തുടച്ച് കളഞ്ഞേക്കാൻ തീരുമാനിച്ചു. ടൈലായതുകൊണ്ടേ പെട്ടെന്ന് തെറ്റാൻ സാധ്യതയുണ്ട്. സോറി, ടൈലല്ല കേട്ടോ, ഇത് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ. അപ്പം നമുക്കിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് തെറ്റും വെള്ളം ഉണ്ടെങ്കിൽ. അപ്പം വെള്ളവും ചെളിയും ഒക്കെ ഉണ്ട്, മഴയല്ലേ, എപ്പോഴും അങ്ങനെ ആവും കയറി ഇറങ്ങുകയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരാറായി കേട്ടോ. ഇപ്പം തന്നെ വരും. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടിപ്പോൾ വരും. അപ്പോഴത്തേനും നമുക്ക് കയറിപ്പോയി അവർക്ക് ചായയൊക്കെ എടുത്ത് വെക്കണമല്ലോ. ഇവിടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് കയറിപ്പോകാം എന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞിപ്പാക്കിന് നല്ല ഉറക്കം കേട്ടോ. ആ ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുഞ്ഞ് നല്ല സൂപ്പർ ഉറക്കമാണ്. നമ്മുടെ പിള്ളേർ സ്കൂൾ വിട്ട് വന്നു. ഇനി അവർക്ക് ചായയൊക്കെ എടുക്കണം. ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ചായയൊക്കെ എടുക്കുകയാണ്. അവർ ജസ്റ്റ് വരുമ്പോൾ അവർക്ക് ഓരോ ഗ്ലാസ് ചായയൊക്കെ എടുത്താൽ മതി. അപ്പം ഇങ്ങനെ കുറച്ച് കഴിയുമ്പം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായയും കടിയൊക്കെ കഴിക്കുന്നത്. അപ്പം ഇപ്പം ജസ്റ്റ് ഒരു ചായയൊക്കെ എടുത്തു. അത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ. അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് കാർ പോർച്ചൂടെ കഴുകണമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തുണി ഇപ്പം ഈ ഉണങ്ങാനുള്ള തുണിയൊക്കെ ഇടുന്ന ഈ കാർ പോർച്ചിൽ ഇങ്ങനെ എനിക്ക് ചേട്ടായി അഴ കെട്ടി തന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പം അവിടെയാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ എപ്പോഴും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോഴത്തേനും ചെളിയാകും. പിന്നെ വണ്ടി കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഓൾറെഡി ചെളിയാകും. മഴയാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവിടെ ഒന്ന് ഞാൻ കഴുകിയിടുമായിരുന്നു. നമ്മളിങ്ങനെ തുണിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെയൊക്കെ പോയാലോ ഇങ്ങനെ അഴയിൽ നിന്നും താഴെ പോയാലോ ഒക്കെ പെട്ടെന്ന് അങ്ങ് ചെളിയാകുവേ. അതുകൊണ്ട് നമ്മൾ അവിടെ കഴുകി നീറ്റാക്കി ഇടുവാണെങ്കിൽ ഒരു തുണിയൊക്കെ താഴെ പോയാലും ചെളിയൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് കഴുകി ഇട്ടേക്കാമെന്ന് തീരുമാനിച്ചു. ഇതിങ്ങനെ നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണത്. കമ്പിയാണ് കേട്ടോ ചാരി ഇരിക്കാനായിട്ട്. അവത്തേലും ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുമൊക്കെ ഒന്ന് തുടച്ച് കളയുകയായിരുന്നു. അപ്പം അവിടെ എല്ലാം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി എനിക്ക് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചായ ഇടണം. മുമ്പേ കടും ചായ ആയിരുന്നു കേട്ടോ. ഇനി പാൽ ചായ ഇടണം. അപ്പം കുഞ്ഞുവാവ എഴുന്നേറ്റു. കുഞ്ഞുവാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിമാർ വന്നു കഴിഞ്ഞപ്പോൾ എണീറ്റപ്പോൾ കുഞ്ഞുവാവ ഇങ്ങനെ ചേച്ചിമാരുടെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം ഏകദേശം ഇന്നത്തേത് കഴിഞ്ഞു. നാളെയും ഇങ്ങനെ തന്നെ ആവും. അപ്പം നാളെ ഇങ്ങനെ തന്നെ നമ്മൾ നീറ്റാക്കി ഇടണം. മഴയല്ലേ, അപ്പം ഇച്ചിരി വൃത്തികേടൊക്കെ ആവും. പെട്ടെന്ന് വെള്ളവും ചെളിയും എല്ലാം കൂടി നമ്മൾ കയറി ഇറങ്ങി പെട്ടെന്ന് നടക്കുമ്പോഴേ. എന്നാൽ വെയിലാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇങ്ങനെ ആവത്തില്ല. മഴ നമുക്ക് അത്യാവശ്യമാണല്ലോ. പ്രകൃതിക്ക് മഴയില്ലാണ്ട് പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ചേട്ടായി കടി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇനി ചായയൊക്കെ ഇട്ട് കടിയൊക്കെ കൂട്ടി കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് വൈകുന്നേരത്തെ പരിപാടികളുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കണം. അപ്പം ചായ എടുക്കാനായിട്ട് പാലെടുപ്പ് വെച്ചിട്ടുണ്ട്. കടി ഇതാണ്. ഇതിനെന്താ അൽബൂരി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതിന് അൽബൂരി എന്നാണ് പറയുന്നത്. നല്ല മധുരമൊക്കെ ഉള്ളത്. പക്ഷേ എന്താ പറയുക, എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. മധുരമൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളിവടയുടെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. ഉള്ളിവടയുടെ മാവിലുണ്ടാക്കിയതുപോലെ തോന്നി. എപ്പോഴത്തെ പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. വിശന്നിരുന്നതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ പോയി
ശേഷം ഞാൻ പൊടിയൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ചായ എല്ലാവർക്കും എടുത്തു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ പിള്ളേർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പം ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് ഞാൻ ദോശയും കൂടി ചുട്ടു കൊടുക്കും. ആ കൂട്ടത്തിൽ ചിക്കൻ വറുക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നടക്കുവാണെങ്കിലേ വൈകുന്നേരത്തേനാണ് കേട്ടോ ചപ്പാത്തിയും ചിക്കൻ കറിയും. ഇപ്പോൾ അവർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദോശ ചുട്ടു കൊടുക്കും. അതിനുള്ള കറി വേറെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട്, അത് കൂട്ടിയൊക്കെ കഴിച്ചോളൂ. അപ്പം ചിക്കൻ വറുത്തു കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടിടുന്നതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വറക്കുമ്പോൾ മൊരിയാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇതിങ്ങനെ പച്ചയ്ക്ക് പൊടിയൊക്കെ തിരുമ്മി ഇട്ട് കഴിയുമ്പോഴത്തേനും അത് മൊരിയാൻ പാടാണ്. അപ്പം ഞാൻ വിചാരിച്ചതേ 2 പ്രാവശ്യവും നമുക്കങ്ങനെ വേവിക്കണ്ടല്ലോ. ആദ്യം ഒന്ന് വേവിക്കണം, പിന്നെ വറക്കണം, പിന്നെയും കറിക്കകത്തിട്ട് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് വെന്ത് പോകുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കഴുകി നല്ലതായിട്ട് വെള്ളം പോയതിന് ശേഷം പൊടിയൊക്കെ തിരുമ്മി വറുത്തിട്ട് അരപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം വേവിക്കാൻ വെച്ചു. അങ്ങനെയായിട്ട് ചിക്കൻ വെക്കുന്നത്. ഇതിനും ചപ്പാത്തിയുടെ പരിപാടികളെല്ലാം തുടങ്ങി. ചിക്കൻ ചേട്ടായി വന്നു, കുഞ്ഞിനെ ഏറ്റു. ഒരു കരിഞ്ഞ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള എന്താ പറയുക, ഓട്ടപ്പാച്ചിലാണ് ഇവർ 3-4 പേരിപ്പം. ഈ കരിഞ്ഞ ചപ്പാത്തി കുഞ്ഞുകുട്ടന് പ്രത്യേക ടേസ്റ്റിയായിട്ട് ഇഷ്ടമായിട്ട് തോന്നും. അബദ്ധത്തിൽ കരിഞ്ഞു പോയതാട്ടോ, അതൊരു ഇഷ്ടമാണ്. അതിനു വേണ്ടിയുള്ള ഓട്ടമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ കയ്യിലായിപ്പോയി. ഇനിയിപ്പോൾ അത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും സൂത്രത്തിൽ വാങ്ങിച്ചെടുക്കാനുള്ള ഓട്ടമത്സരത്തിലാണ് ഇവരിപ്പം. ഉണ്ടോ, കുഞ്ഞത് വിശറിയായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് തോന്നുന്നു പിടിച്ചിരിക്കുന്നത്. ഞാൻ തകൃതിയായിട്ട് ചിക്കൻ കറിയും ചപ്പാത്തി ചുടലും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി എല്ലാം റെഡിയാക്കി വെച്ച് ചിക്കൻ കറിയും വെച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് കഴിക്കാമല്ലോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പം മുൻകൂട്ടി ഞാനത് കരുതിയാണ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.